സംസ്ഥാനത്തെ ലഹരിക്കടത്തിൽ ജയിലിലെത്തുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ വർഷം 45 പെൺകുട്ടികളാണ് മയക്കുമരുന്നു കടത്തിൽ പ്രതികളായി ജയിലിലേക്ക് എത്തിയത്. അതും 20 വയസ്സിനും 27 വയസ്സിനും ഇടയിൽ മാത്രം പ്രായമുള്ളവരാണ്. ഇവരിലേറെയും പ്രണയക്കെണിയുണ്ട്, വഴിതെറ്റിയ സൗഹൃദങ്ങളുണ്ട്, കുടുംബങ്ങളിലെ മോശം സാഹചര്യം. ഇവയൊക്കെയാണ് പലരെയും ഇത്തരത്തിൽ ലഹരിക്കെണിയിലേക്കും ലഹരി വ്യാപാരത്തിലേക്കും ഒക്കെ പെൺകുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാണെന്ന് നമ്മുടെ സർക്കാർ വാദിക്കുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്ക് കൂടി പുറത്തുവരുന്നത്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഓരോ കേസിന് വരുമ്പോ ഈ സാറ് പറയണ 10,000-15,000 രൂപയൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ ആര് കൊടുത്തോ? അവർക്ക് വേറെ വരുമാനം ഇല്ലല്ലോ. ഈ കുട്ടിക്ക് കേസുള്ളത് കൊണ്ട് ഈ അഡ്വക്കേറ്റ് ഓരോ ഹിയറിങ്ങിനും 15,000 രൂപ വാങ്ങി എന്നുള്ളതാണ്. എങ്ങനെ ഓരോ കേസിന് 15,000 രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്ത് രസം. അതുമല്ല, അയാൾ ഒരിക്കലും വാങ്ങാൻ പാടില്ല. അയാൾക്ക് സർക്കാർ വെച്ചുകൊടുത്ത വക്കീലാണ്. ലഹരി മാഫിയുടെ പിടിയിൽ നിന്ന് കരകയറാൻ ശ്രമിച്ച പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി ന്യൂസ് മലയാളം തുറന്നു പറയുന്നത്. നിയമയുദ്ധത്തിന് പോലും കാശില്ലാതെ വന്നപ്പോൾ വീണ്ടും അവൾ ലഹരിക്ക് അടിമപ്പെട്ടത് എങ്ങനെയെന്നത്. ലഹരിക്കേസിൽ അവൾ ആദ്യമായി ജയിലിലാകുന്നത് 20ാമത്തെ വയസ്സിലാണ്. കുടുംബത്തിലെ മൂത്ത കുട്ടി, പഠനത്തിലും ചിത്രകലയിലും മിടുമിടുക്കി. പക്ഷേ വീട്ടിലെ അന്തരീക്ഷം അവളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. വീട്ടിൽ കിട്ടാത്ത സന്തോഷം സുഹൃത്തുക്കൾക്കൊപ്പം കണ്ടെത്താൻ ശ്രമിച്ചു തുടങ്ങി. പോയ വഴികളിലെല്ലാം ലഹരി മാഫിയുടെ നീരാളിക്കൈകൾ അവളെ തിരഞ്ഞു ചെന്നു. ആ ദിവസങ്ങളുടെ അനിശ്ചിതത്വത്തിൽ അതാണ് ശരിയെന്ന് അവൾക്ക് തോന്നി. പതിയെ പതിയെ ലഹരി മരുന്ന് സംഘത്തിന്റെ ഇടനിലക്കാരിയായി. സ്ഥിരം ഇടപാടുകാരിയായതോടെ പോലീസിന്റെ പിടിയിലുമായി. ആ സമയം അതുവരെ ഒപ്പം കൂടിയവർ ആരും ഉണ്ടായില്ല. തൊണ്ടിയായി പിടിച്ചെടുത്ത ലഹരി മരുന്ന് എവിടെ നിന്ന് വന്നു, എങ്ങോട്ടു പോകുന്നുവെന്നും അവൾക്കറിയില്ലായിരുന്നു. ജാമ്യത്തിലെടുക്കാൻ ആദ്യമൊന്നും വീട്ടുകാരും ചെന്നില്ല. ഒടുവിൽ തെറ്റ് തിരുത്താമെന്ന അവളുടെ വാക്കിൽ ജയിലുദ്യോഗസ്ഥർ വീട്ടുകാരെ ബന്ധപ്പെട്ടു. അമ്മയുടെ ജാമ്യത്തിൽ തിരികെ വീട്ടിലെത്തി. വീട്ടിന്റെ ഒരു സാഹചര്യം കൊണ്ട് അവള് മയക്കുമരുന്നിന് വന്നത്. അവൾ ഒരിക്കലും വരില്ല. അത്ര കുട്ടിയാണത്. പക്ഷെ നല്ല ഫാഷൻ ഡിസൈനറൊക്കെ ആയിരുന്നു. എന്റെ ലൈഫ് പോയി. ഇനി വീണ്ടും ജയിലിലായി. ഇനിയിപ്പൊ അവള് ആ കുട്ടികളെ വരെ ഉപേക്ഷിക്കും. കാരണം അവള് നോക്കിയിട്ട് എന്തിനാ വെറുതെ വീട്ടിൽ പോയിട്ട് സാധിക്കില്ല. കുട്ടികൾ വേണേ ആരെങ്കിലും വളരട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ എത്ര പേരാ എത്തിപ്പെടുന്നത്. ഓരോ തവണ കോടതി കയറുമ്പോഴും വക്കീൽ ഫീസായി 10,000. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വക്കീലിന് പണം കൊടുത്തു. വീട്ടിൽ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കൂടിക്കൂടി വന്നു. തിരുത്താനും മാറാനും പല കുറി നോക്കി. ജീവിക്കാൻ പണം വേണം. ജോലി തേടി പല വാതിലുകൾ മുട്ടി. ദുർനടപ്പുകാരി എന്ന പേരിൽ തട്ടി അവസരങ്ങളെല്ലാം അകന്നുപോയി. ലഹരി മാഫിയ വീണ്ടും തേടി വന്നു. കഴിഞ്ഞ ദിവസം അതേ വാർത്ത ഒന്നുകൂടി ആവർത്തിച്ചു. 2 ആൺ സുഹൃത്തുക്കൾക്കൊപ്പം ലഹരി മരുന്നുമായി തമിഴ്നാട് പോലീസ് അവളെ പിടികൂടി. ഇപ്പോൾ നാഗർകോവിൽ ജയിലിലാണ്. സ്ത്രീകളുടെ ഇപ്പം കുറ്റകൃത്യത്തിനകത്ത് പിടിക്കുന്ന നേരം നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണം കൂടുന്ന ഒരു പ്രവണതയുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം ഈ ഫാമിലീസ് ഇൻവോൾവ് ചെയ്തിട്ട് പോലീസ് പിടിക്കത്തില്ല എന്ന് പറഞ്ഞ രൂപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൂടുതൽ വരുന്നത്. പക്ഷേ സ്ത്രീകളുടെ ഏറെയും കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അവരോട് ഒത്തൊരുമിച്ച് ഒരു പദ്ധതികളുടെ കാര്യങ്ങളിപ്പം ബഹുമാനപ്പെട്ട CM അതിൻ്റെ രൂപരേഖ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത് കുറയ്ക്കാൻ നമുക്ക് വളരെ ഗണ്യമായിട്ട് സാധിക്കും. ഇതൊരാളുടെ കാര്യമല്ല. പെൺകുട്ടികൾ കരിയർമാരായി എത്തുന്ന കേസുകളുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. 2022-23 മയക്കുമരുന്നു കേസുകളിൽപ്പെട്ട് 28 സ്ത്രീ തടവുകാരാണ് കേരളത്തിലെ വിവിധ ജയിലുകളിലായി എത്തിയത്. 2023-24 അത് 36ആയും 24-25 അത് 53ആയും ഉയർന്നു. പിടിക്കപ്പെടാൻ സാധ്യത കുറവാണെന്ന് കരുതിയാണ് ലഹരി മാഫിയ പെൺകുട്ടികളെ തേടിയെത്തുന്നത്. ഈ ഡ്രഗ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ജാമ്യം, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ, സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ജാമ്യം കിട്ടുന്ന ഒരു വ്യവസ്ഥയുണ്ട്.
അപ്പോൾ പോലീസിൻ്റെ റെക്കോർഡ്സ് തന്നെ കാണിച്ചേക്കുന്ന ഒരാൾ സ്മോൾ ക്വാണ്ടിറ്റി പിടിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി പിന്നെയും ഇത് റിപ്പീറ്റ് ഒഫൻഡേഴ്സായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ നിയമം കുറച്ചുകൂടി ഒരു ശക്തമാക്കാനുള്ള ഒരു ആവശ്യമുണ്ട്. അതും നമ്മൾ ഗവൺമെൻറ് ലെവലിൽ നീങ്ങിയിട്ടുണ്ട്. ഈ ഏത് കേസായാലും ഇതിനകത്ത് പെട്ടെന്ന് ജാമ്യം കിട്ടാതെ പെട്ടെന്ന് ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ജയിലുകളിലെല്ലാം വെൽഫെയർ ഓഫീസറുണ്ട്. അവർക്കൊരു കൗൺസിലിംഗ് ഒരു കണ്ടിന്യൂസ് ആയി നമുക്ക് അതിൽ കൊടുക്കണം. ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഈ കാര്യങ്ങൾ മാത്രമേ പിന്നെ അവർക്ക് ഈ ജയിലിനുള്ളിൽ വരുമ്പോൾ ഈ പുറത്ത് കിട്ടുന്ന പോലെ അങ്ങനെ ഉള്ളിൽ കിട്ടത്തില്ല. അതും ഒരു ചെറിയ കൺട്രോൾഡ് ബോഡി നമുക്ക് അവരെ ഒരു കുറവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ അകപ്പെട്ടാൽ പിന്നെ പുറത്തു കടക്കാനാകാത്ത ഒരു കിനാവള്ളിയാണിത്. ജയിൽ മോചിതരായാലും വീണ്ടും ലഹരിക്കേസുകളിൽപ്പെട്ട് അവർ ജയിലിലേക്ക് തന്നെ തിരികെ എത്തുന്നു. ലഹരിമരുന്ന് മാഫിയ ഏറെ തന്ത്രപരമായാണ് വിപണനത്തിനുള്ള ശൃംഖലയെ സൃഷ്ടിക്കുന്നത്. പെൺകുട്ടികളെ കാരിയർമാരാക്കി മാറ്റുന്നതിലൂടെ ലഹരി വിൽപ്പനയുടെ മാർഗം കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് ഈ മാഫിയ സംഘങ്ങൾ. അതിനാൽ യുവതലമുറയോട് ഒന്നേ പറയാനുള്ളൂ, ചുവട് ഒരൽപ്പം പിഴച്ചാൽ വീഴുക കര കയറാനാകാത്ത ദുരന്തത്തിലാവും. അവിടെ കൈവിട്ടു പോവുക സ്വന്തം ജീവിതവും. ക്യാമറമാൻ MG മഞ്ജുഷനും JB ജ്യോതിഷനുമൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.